അവന്റെ മോഹൻലാലിനെ കൊണ്ട് വെക്കാൻ കണ്ട സ്ഥലം എന്റെ കടയിൽ തന്നെ. വേണ്ടാത്ത പണിയാ, അങ്ങേര് വന്നാ വെച്ചേക്കൂല. ഇത് ഇട്ടി വാങ്ങിക്കും. ആരെ? ഞാൻ അബൂട്ടിയെ വേണ്ട കരിപ്പാവും. കരി തേക്കണമെന്നുണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ പോസ്റ്റർ ഉണ്ടല്ലോ, അതിലാദ്യം തേക്ക്. ഇത് കല, അത് കള. എടാ ഇത് എന്റെ കടയുടെ ചുമര, ഞാൻ ഇഷ്ടമുള്ളവരെയും കണ്ട അവന്റെ ഒന്ന് പോസ്റ്റ് ഒട്ടിക്കാനുള്ള സ്ഥലമല്ലത്. കളിക്കണം നമ്മുടെ അടുത്ത്. തോന്നിവാസം കാണിക്കുന്നതാ. തോന്നിയാസം കാണിച്ച നീ ലാൽ സലാം. ഈ പോസ്റ്റർ നീ കഴുകുവോ അതോ ഞാൻ തന്നെ കഴുകണം? അതിപ്പോ രണ്ടിനായാലും നീ വേറെ തന്തയ്ക്ക്. കൊച്ചിലെ മുതൽ കണ്ടു വളർന്ന മുഖ സ്വന്തം അണ്ണനെ പോലെ സഹിക്കൂല. എന്റെ മമ്മക്ക ഒന്ന് പറഞ്ഞു കൊടുക്കുക യവന്മാരോട്. കഴുകടാ. പെരട്ടാതെ പോടാ തള്ളെ കരി. സോറി അമ്മൂക്ക. മമ്മൂക്ക തന്നതാ. അടിക്കരുത്, ഞാൻ കളരിയാണ്. ചാടിക്കുത്തി ചവിട്ടുമാർ തീർത്തുമാർ വലത്തടിച്ച അമ്മച്ചാണ് എന്നെ അടിക്കരുത്. ഇതാര് ചെളിയിന്ദ്രനാഥ ടാഗോറോ? ദേവി ഞാൻ അർപ്പിക്കുന്നു. എന്നെ വേണേ ചവിട്ടി പിടിച്ചിട്ട് ആ വിക്കിങ് താനെ. ഇത് ഈ മാസം 3ാമത്തെ വിക്കാ. നീ മതം പൊട്ടി ചാവുള്ളൂടാ ആനയുടെ മോനെ. അയ്യോ, തീർന്നു. എല്ലാം ഓക്കെ ആയി. ഇനി എന്നെ അടിക്കാൻ പാടില്ല. എന്താണ് അടിച്ച? ഞാൻ തോറ്റു. തോറ്റാ പിന്നെ അടിക്കാൻ പാടില്ല. എടുക്കടാ. ഇന്നുമില്ല തള്ളേ തരാം. കല്യാണം കഴിക്കാറാക്കി പറ, കുഞ്ചാക്കോനെ അറേഞ്ച് ചെയ്ത് തരാം. ശവം നിന്റെ തള്ളക്കട തേച്ച് കുളിപ്പിക്കണ. ശരിക്കും തേക്കടാ. എന്നാ പിന്നെ നിനക്ക് തന്നെ വെച്ചുവിടും. കഴുകടാ. കഴുകുവാടാ. കഴുകാണ്. സോറി അണ്ണ, പിള്ളേര് അറിവില്ലായ്മ കൊണ്ട്. കഴിഞ്ഞ 25 കൊല്ലായിട്ട് അണ്ണൻ ഇവിടെ ഉണ്ട്. ഇനിയുള്ള 25 കൊല്ലവും അണ്ണൻ ഇവിടെ തന്നെ കാണും. നമ്മളും കൂടെ തന്നെ ഉണ്ടാവും. ഒരു ടിക്കറ്റ് തന്നെ. 30-35 കിട്ടോ? ആര്? 30-35 കിട്ടുമോ? 30-35 ബ്ലാക്കിലാ. പോയി 11 പടം കാണും.
അതാവുമ്പോ 30-30 തന്നെ കിട്ടും. ആരടാ അവൻ? ആക്ഷൻ. കളഞ്ഞ് അടിവാതിലും തുറന്ന് വന്നിരിക്കാണ് കടവാവില്. ഡയലോഗ് ഞാൻ അവളെ പ്രേമിക്കുന്നു സാർ. ഉള്ളീന്ന് വരട്ടെ, ഉള്ളീന്ന് വരട്ടെ. ചിരിക്കണ്ട മോനെ. മാമന്റെ മുഖത്തൊന്നും മോൻ കണ്ടില്ലേ? അതിന് മാമന്റെ മുഖത്ത് എന്തോന്നാ പറയണത്? എടാ ഭാവം ഭാവം അഹംഭാവം. നീ വായിച്ചു കൊടുത്താൽ മതി, ഡയറക്ഷൻ ഞാൻ ചെയ്തോളാം. നീ ആ ഡയലോഗ് പറയും. ഞാൻ അവളെ പ്രേമിക്കുന്നു സാർ. എടാ നീ ഒരു കാമുകനല്ലേ, നെഞ്ചങ്ങട്ട് വിരിയട്ടെ വിരിയട്ടെ. പിന്നെ മുട്ടയെന്ന് ഉരിയാത്ത ചെക്കൻ്റെ അടുത്തല്ലേ നെഞ്ചുരിക്കാൻ പറയണത്. ഡയലോഗ് പറയടാ. ചതിച്ച വിഴുങ്ങല്ലടി. മാഡത്തിൽ നിന്ന് തന്നെ അർത്ഥം മാറ്റാൻ സാറിന് കഴിയില്ല സാർ. ഈ കത്തി എനിക്ക് വേണ്ട സാർ. അയ്യോ എനിക്ക് സമ്മാനം കിട്ടിയ പേന. എന്റെ അമ്മച്ചി. എടാ കുരുത്തം കേട്ടവനെ, നീ കത്തിക്ക് വരെ എന്റെ പേനാണോ എടുത്തോണ്ടേ? ഓടാ അവന്റെ ഒരു മിമിക്രി മോണാക്കി. നിന്റെ അച്ഛനോട് ഉണ്ടായിരുന്നെങ്കിൽ അയാളെ കൊണ്ടേ കാണിച്ചാൽ നിനക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയേനെ. ഒരു പേന എന്നല്ലോ, അവൻ കൊച്ചല്ലേ. എനിക്ക് കിട്ടിയ സമ്മാനം അത്. എന്റെ കരിഷ്. ആരെ? അതൊന്നും നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. സോറി പെങ്ങളെ, അളിയനെ ഞാൻ മനസ്സിൽ തെണ്ടിന്ന് വിളിച്ചു. ബസുമതി ഭാർഗവൻ. പേര് കേട്ടാ തോന്നും ഏതോ അപ്സരസ് ആണെന്ന്. ബസുമതി. Hey, look. Life is like a dream. My God. Row your boat gently down the stream. Merrily, 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 merrily. We should teach that rascal a lesson. Guess who's the person I'm going to introduce now? Ta-da-ta-da! The undefeated, the stylish, the brave, the smart champion of the street, the one and only B. Shivankuti? Yes, my gladiator. എണ്ണ ഉണ്ടോടാ? നാണം കെടുത്തോ? ഇല്ല. എണ്ണ ഇല്ല. അല്ല, നാണം കെടില്ല. ഇങ്ങനെ ഇടന്ന് ഓടാതെ. എന്താണ് കയ്യെത്താ ദൂരത്ത് കണ്ണും നട്ട് നീ ഇങ്ങനെ നോയിക്കൊണ്ട് നിന്നോ? അങ്ങേരെ നല്ല മിടുക്കി പെമ്പിള്ളേർ കൊത്തിക്കൊണ്ടു പോവും. ആര്? നീ ദേവലോന്ന് കേട്ടിട്ടുണ്ട? അതുപോലെ ഒരെണ്ണം ഇവിടെയുണ്ട്. അവിടെ നിന്നേക്കാൾ നല്ല പേരുള്ള, നിന്നേക്കാൾ വെളുത്ത, നിന്നേക്കാൾ പൈസയുള്ള ചില ഉഗ്ര വിഷമുള്ള ചേച്ചിമാരുണ്ട്. കള്ളമല്ലടി. നീ പറ, നിന്റെ പേരൊന്ന് പറ. തങ്കി. തങ്കി. നീ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? 8ാം ക്ലാസ്സിൽ പഠിച്ച ഒരു തങ്കി ഇപ്പുറത്ത്, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സുന്ദരിയായ ഒരു ചേച്ചി അപ്പുറത്ത്. അപ്പഴേ പോയില്ലേ? ആ ചേച്ചിയുടെ പേരറിയോ? അറിയാം, പക്ഷെ അത് അങ്ങനെ ഇങ്ങനൊന്നും പറയാൻ പറ്റൂല. നിന്റെ പേര് തങ്കി, ആ ചേച്ചിയുടെ പേര് കരിഷ്മ മേനോൻ. Hero number 1. Yes. Come. ഇതെന്താ ശിവേട്ടാ? ഇങ്ങോട്ട് കയറ്റി വിടണ്ടേ? ഒരു ചെറിയ നമ്പർ. തനിക്കുള്ള ചോറാന്നാ പറഞ്ഞേ. കൊള്ളൻ.